ക്രിക്കറ്റ് ആരവമുയർത്തി കേരള ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾക്ക് തുടക്കം. സീസൺ ജയത്തോടെ തുടങ്ങി സഞ്ജുവിന്റെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സും. റണ്ണൊഴുകുമെന്ന് പ്രവചിച്ച കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ താരങ്ങളായി ബൌളർമാർ. സഞ്ജുവിന്റെ ഇന്നിംഗ്സിനായി കാത്തിരുന്ന ആരാധകർക്ക് മുന്നിലേക്ക് വെടിക്കെട്ടുമായി എത്തിയത് ചേട്ടൻ സാലി സാംസൺ. ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 98 റൺസ് വിജയലക്ഷ്യം 8 വിക്കറ്റ് ബാക്കി നിൽക്കെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മറികടന്നു. ക്യാപ്റ്റൻ സാലി നേടിയ അർദ്ധ സെഞ്ചുറിയാണ് വിജയം അനായാസമാക്കിയത്. അങ്ങനെ നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ടൂർണമെൻറ്റിൽ കുറച്ചുകൂടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ ഹോൾ ടീമിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിക്കൊരു സ്റ്റാർട്ട് തന്നെയാണ്. നല്ല ഫുൾ ടീം നന്നായിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയാണ്. അവസാന ഓവർ വരെ ആവേശം നീണ്ടുനിന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ പരാജയപ്പെടുത്തി. കാലിക്കറ്റിനായി ക്യാപ്റ്റൻ രോഹൻ കുന്നുമേൽ അർദ്ധ സെഞ്ചുറി നേടി. ആദ്യ മത്സരത്തിൽ ഷറഫുദ്ദീൻ എന്നും പ്ലെയർ ഓഫ് ദി മാച്ച് ആയപ്പോൾ രണ്ടാം മത്സരത്തിൽ മുഹമ്മദ് ആഷിഖ് കളിയിലെ താരമായി. നല്ലൊരു ടീമായിരുന്നു അവർ. നമ്മുടെ മൊമെൻറ്റും അടിപൊളിയായിരുന്നു. എല്ലാവരും ഒരു പാക്കായിട്ട് നമ്മൾ തന്നെ സർപ്രൈസ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു ടീമിൻ്റെ ഇടയിൽ. അപ്പോൾ ഓഫ് കോഴ്സ് അത് ഓപ്പോസിറ്റ് ടീമിനും സർപ്രൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരും വിടാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പ്രിപ്പറേഷൻ അത്ര ഉഗ്രനായതുകൊണ്ടാണ് ആ ഒരു മൊമെൻറ്റം കിട്ടിയതും അങ്ങനെ ഒരു പാക്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. 50ഓളം കലാകാരന്മാർ അണിനിരുന്ന കലാരൂപങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ KCLന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നാളെ നടക്കുന്ന മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും കൊല്ലം സെയിലേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.